ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശത്രു ശക്തനായി മുന്നിൽ നിന്നാൽ പൊരുതി ജയിക്കാനാവും. പക്ഷേ ഒളിയമ്പുമായി മറഞ്ഞിരുന്ന് ആക്രമിക്കുമ്പോൾ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ നേരിടേണ്ടത്. സംസാരിച്ചു നോക്ക്. വിഷ്ണുവിനെ കാണുകയാണെങ്കിൽ ഞാനും സൂചിപ്പിച്ചേക്കാം. ഹലോ, അതെ. അപ്പോ നസീർ മരിച്ചു. ഞങ്ങളുടെ ഒരു കയ്യബദ്ധം. ഞങ്ങൾ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. ഈ സത്യം പുറത്തറിയരുത്, ഞങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങണം. അതുകൊണ്ടാണ് അന്ന് വിഷ്ണു വന്നിട്ട് ഞങ്ങൾ പറയാതിരുന്നത്. പക്ഷേ എല്ലാം ഉള്ളിലടക്കി ഒരു സംശയവും ആർക്കും വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോഴാണ് എല്ലാം കീഴ്മേൽ മറിക്കാനായിട്ട് അവൻ എത്തിയത്. വേലായുധൻ. ഞാനേ ഗോപാലകൃഷ്ണന്റെ സുഹൃത്ത, പേര് വേലായുധൻ. മോനറിയാവോ, ഈ ഒരു സംഭവത്തിന് ശേഷം സമാധാനം എന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഭയം, പിടിക്കപ്പെടുമെന്നുള്ള പേടി, ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കണ്ണടച്ചാ തെളിയുന്നത് ആ ചെറുപ്പക്കാരന്റെ ചോരയെ കുളിച്ചു കിടക്കുന്ന ശരീരമാ. ജയിലിൽ പോകാൻ പേടിയുണ്ടായിട്ടല്ല, ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറുമാണ്. പക്ഷേ കൊലയാളികളായ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ബലിയാടാകുന്നത് ശാലിനിയുടെ ഔദ്യോഗിക ജീവിത. കളക്ടറുടെ അച്ഛനും അമ്മയും ഒരു യുവാവിനെ കൊന്ന് ശരീരം മറവ് ചെയ്തു എന്നറിഞ്ഞാൽ ഈ നാട്ടിലെ മഞ്ഞപ്പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് മറ്റൊരു വാർത്ത കിട്ടുന്നത് വരെ ഇതൊരാഘോഷാക്കും. പക്ഷേ ചതിക്കില്ല എന്ന് കരുതിയ വേലായുധൻ ഇപ്പം ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുക. അവൻ്റെ ആവശ്യം പണമാണ്. പണം കൊടുത്തിട്ട് ഞങ്ങളെ അവൻ ഒറ്റും. എനിക്ക് കാശ് വേണം, ഇല്ലെങ്കിൽ ഞാൻ പലതും പലരോടും പറയും. ഒരു 10 ലക്ഷം രൂപ. അയാൾക്ക് കൊടുക്കാനുള്ള പണം ഒപ്പിക്കാനാ മോനെ വീടിന്റെ ആധാരമൊക്കെ എടുത്തോണ്ട് ഇവിടെ വന്നത്. എന്ത് വിറ്റിട്ടായാലും ബാങ്കിൽ നിന്ന് പണം ഒപ്പിച്ച് അയാൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ നമ്മളെ ചതിക്കും. എന്തായാലും തൽക്കാലം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോ. വേലായുധനെ ഞാനൊന്ന് കാണട്ടെ. പണം കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും അവന്റെ വായ അടപ്പിക്കാൻ പറ്റില്ല. പണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്യും. സൂക്ഷിക്കണം. എന്തായാലും ഞാൻ അയാളൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് പറയാതിരിക്കാനായി എന്തൊക്കെ നമുക്ക് അവന് ചെയ്തു കൊടുക്കാന്ന്.